Pastor, for your lovely words. Now I take great pleasure in inviting our distinguished guest, Mr. Sharif Ibrahim, to deliver the speech. ആദരണീയനായ എൻ്റെ കുടുംബസുഹൃത്തു കൂടിയായ നമുക്കൊക്കെ വേണ്ടപ്പെട്ട ഡോക്ടർ ജോൺസൺ, വിശിഷ്ടാന്തിയായി ഇവിടെ എത്തിയ ഡോക്ടർ കൃഷ്ണൻ നായർ, മറ്റ് ഗുരുനാഥന്മാർ, ഞാൻ സന്ദർഭം മനസ്സിലാക്കി നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം നിൽക്കുന്നു. വളച്ചു കെട്ടി നേരം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളെ ആരെയും വെറുപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബോംബെ സെന്റ് മേരീസ് ഹൈസ്കൂൾ ഞാൻ കുത്തിക്കുറിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പ്രവാസികളെ പറ്റിയാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗമാക്ക് ഞാൻ എഴുതാറ് കാട്ടൂരിനെ പറ്റിയും അതിൽ കാട്ടൂർ ഹൈസ്കൂളിലെ എൻ്റെ ജീവിതകാലങ്ങളെ പറ്റിയുമാണ്. അതിൻ്റെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ 67-68 കാലഘട്ടത്തിലാണ് SLC പാസ്സായത്. അക്കാലത്ത് നമ്മൾക്കൊക്കെ അറിയാം, ശരിയായ മതസൗഹാർദ്ദം ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. അത് പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു, അല്ലാതെ വെറും വാക്കുകളിൽ മാത്രമായിരുന്നില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത്, നിങ്ങൾ പഠിക്കുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം, DN ജേക്കബ് മാഷായിരുന്നു ഹെഡ് മാഷ്. രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് അയവിറക്കിക്കൊണ്ട് ഞാൻ ഈ ആശംസ പ്രസംഗം ഇവിടെ നിർത്തുന്നു. അതിലൊന്ന്, അദ്ദേഹം, ഞാൻ പലയിടത്തും എഴുതാറുണ്ട്, പറയാറുണ്ട്, ഇപ്പോൾ അത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആവർത്തന വിശദം തോന്നരുത്. അദ്ദേഹം നമ്മുടെയൊക്കെ ചെല്ലിലൊക്കെ ഹെഡ് മാഷായിരുന്നു. ക്ലാസ്സിൽ വരുന്നത് ഇംഗ്ലീഷ് പഠിപ്പിക്കാതെ. അബ്രഹാം മാഷായിരുന്നു പാലിക്കുളം ഞങ്ങളുടെ ക്ലാസ് മാഷ്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ 2 പേരെ എഴുന്നേൽപ്പിച്ചു. ഒരു ചോദ്യമില്ല. അതിലൊന്ന് ഞാനായിരുന്നു, ഒന്ന് കുഞ്ഞുവളവട്ടിൻ്റെ മകൻ തോമസ്. ഒന്നും പറയില്ല, 2 പേട, കാരണമില്ല. ചോദിച്ച് കിട്ടാത്തതിനോ നേരം വൈകിയതിനോ അതിപ്പോ യാതൊരു കുറ്റമില്ല, സഹിക്കാൻ പറ്റാതെ. അത് പെട എന്ന് പറഞ്ഞാൽ കൈ വലിച്ച പോലും അദ്ദേഹത്തിന്റെ ദേഹത്തേക്കുള്ള സ്ഥലത്തുള്ള പെടുന്നു. ഉപ്പാട് നേരിട്ടെന്ന് പറയാൻ പറ്റില്ല, സുപ്രീം കമാൻഡിങ് പവറാണ്. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ചായ കുടിച്ച് ചാരികത്തരയിൽ കിടക്കുന്ന ആ നല്ല നേരം നോക്കിയിട്ട് ഉമ്മാനെ കൊണ്ട് പറയിപ്പിച്ചു. ഉമ്മ ചെന്ന് വിവരം പറഞ്ഞു, ഇങ്ങനെ ഷറഫിനെ തല്ലി ഉമ്മ കുറച്ച് മേൽപ്പൊടി ചേർത്ത് പറഞ്ഞു, തല്ലി തമ്പോറാക്കുന്നു DN ജേക്കബ് മാഷ്. അപ്പോ ഞാനവിടെ പുസ്തകത്തില് കാകളിയും വൃത്തൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും ചെവി ഉപ്പാടെ വെർഡിക്റ്റ് എന്താണെന്ന് അറിയാനാണ്. അപ്പൊ ഇപ്പൊ പറയും, ബാമാമ പോലീസിലാണ് വിളിപ്പിച്ച് മാഷ അറസ്റ്റ് ചെയ്യിപ്പിക്കണം. ഇതായിരിക്കും ഇപ്പൊ പറയുക എന്നെ മനസ്സിൽ ഉദ്ദേശിച്ചു. പക്ഷേ ഉപ്പ പറഞ്ഞത് മറ്റൊന്നാണ്. മാഷന്മാര് തരുന്നത് മക്കൾ നന്നാവാനാണ്. അത് കറക്റ്റാണ്. ആ മാഷന്മാരുടെ ഒരു ഗുരുത്വം ആണ് ഇന്ന് എനിക്ക് പട്ടിണി കൂടാതെ ജീവിക്കാൻ പറ്റുന്നത്. അതേപോലെ ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ, നിങ്ങളിൽ പലർക്കും അറിയാത്തൊരു സ്ഥലവും ഒരു സ്കൂളുണ്ടായിരുന്നു. ഇപ്പോൾ ആ സ്കൂളിപ്പില്ല. എടത്തിരുത്തിൽ ഒരു മുനയത്തൊരു സ്കൂളുണ്ടായിരുന്നു. അവിടെയായിരുന്നു 4ാം ക്ലാസ്സിൽ പഠിച്ചത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ആര്യ ടീച്ചറാണ് എന്നെ ജോലിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോയത്. ആ യാത്രയാണ് ഇന്നും എനിക്ക് പല നാടുകളിലേക്ക് പോകാനും യാത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. ഒറ്റ കാര്യം മാത്രം പറയാം. ഒരു വരാപ്പുഴ ഭാഷ നിങ്ങൾ അറിയുമെന്ന് അറിയില്ല. വരാപ്പുഴ ഭാഷ വിധേയത്തിൽ ഒരു പക്ഷെ ഞാൻ സംസാരം മുതലാക്കാരക്കാരൻ ഞാൻ
അത് അഭിനയിക്കുന്നതല്ല കേട്ടോ, യാഥാർത്ഥ്യമാണ്. ഞാൻ ഇന്നും എവിടെയെങ്കിലും ചാനലുകളിൽ സംസാരിക്കുമ്പോൾ എൻ്റെ ഉപ്പ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് കല്ലേറ്റേരിയിൽ നിന്ന് എന്നെ യാത്രയാക്കാൻ വന്ന രംഗവും, ഗൾഫിൽ ഞാൻ തിരിച്ചു വന്ന് കപ്പലിൽ വന്നിറങ്ങിയിട്ട് നേരം വിളിക്കും ഉപ്പാനെ കണ്ട രംഗവും പറഞ്ഞ് ഞാൻ അറിയാതെ കലഞ്ഞു. അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. എന്ന പോലെയാണ് ഈ വരാപ്പുഴ ഭാഷ പറ്റി പറയുമ്പോൾ, ഞാൻ ഇടപെട്ടത് ഒരു ലീവിന് വന്നിട്ട് എൻ്റെ വിവാഹം കഴിഞ്ഞത് 74, നിങ്ങളൊക്കെ പാസ്സായ കൊല്ലാണ് ഞാൻ കല്യാണം കഴിഞ്ഞത്. 76 ഞാൻ വരുന്ന സമയത്ത് നമ്മുടെ ഇടമുട്ടത്തു നിന്ന് ഇങ്ങോട്ട് കാട്ടൂരേക്ക് തിരിയുന്ന സമയത്ത് മാഷ ഭാര്യ കൂടി അവിടെ നിൽക്കുന്നു. ഞാനത് വണ്ടി മാറ്റിയിട്ട് മാഷ അടുത്തേക്ക് ചെന്നു. വളരെ ചുരുക്കി പറയാം, മാഷ് എത്തി എന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ പേര് ശരസത്താരി എന്നാണ്. മാഷിക്ക് മുഴുവൻ മനസ്സിലായില്ല, കൈകൾ വെച്ച് നോക്കിയിട്ട് മനസ്സിലായി. എന്ത് പറഞ്ഞിട്ടും മൂപ്പർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ കൂടെയുള്ള ഭാഷ ഭാര്യ ചട്ട ധരിച്ച ക്രിസ്ത്യൻ വേഷമായിരുന്നു. ഒടുവിൽ ഞാൻ പറഞ്ഞു റേഷൻ പീഡിയ നടത്തിയിരുന്ന ഇബ്രാഹിം കുട്ടി സാഹിബിന്റെ മകനാണ് ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്റെ കൈയ്യിങ്ങോട്ട് വാങ്ങിയിട്ട് ഭാര്യയെ കാണിച്ചിട്ട് പറഞ്ഞത് ഒരുപാട് തല്ലിയ കൈയാണ്. എന്തായാലും അവരുടെയൊക്കെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ നമിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട്, നിങ്ങൾക്കൊക്കെ ഇപ്പോൾ 63, 64, 65 വയസ്സ് പ്രായമുണ്ടാവും. നിങ്ങൾ ഈ ഹോളിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ വയസ്സ് 14, 15 ആയിരിക്കും എനിക്കറിയാം. ആ മാനസിക ചിന്തയിലാണ് നിങ്ങളിവിടെ വന്നിട്ടുള്ളത്. ക്ലാസ്സിൽ വെച്ചിട്ട് മാഷം ചോദിക്കും ഓരോരുത്തരോടും നിങ്ങൾക്ക് ആരാവണം. അപ്പോൾ ഓരോരുത്തരും പറയും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. ഇത് രണ്ടും മാറ്റി പറയാതെ ഞാൻ പറഞ്ഞത് മാഷാവണ. അപ്പൊ അത് കേട്ടപ്പോൾ ഞങ്ങളെ സോഷ്യൽ സ്റ്റഡീസ് പിടിച്ചിരുന്ന ജോസ് മാഷ് കുട്ടികളോട് പറഞ്ഞു കേട്ടാ അവരെ കണ്ടുപഠിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു അതുകൊണ്ടൊന്നല്ല, എനിക്ക് കിട്ടിയത് എന്റെ കൊടുത്തു നിൽക്കാനാണ്. പക്ഷേ വിവാഹം കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഷീജ ടാക്കീസിൽ വന്നിട്ട് സിനിമയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വരുമ്പോൾ മാറ്റ കാണുമ്പോൾ അറിയാതെ പേടിക്കും. അതാണ് നമ്മുടെയൊക്കെ പണ്ടത്തെ ഗുരുമുഖന്മാർ. നിങ്ങൾ ഈ ചെയ്ത ഈ ഒരു പുണ്യപ്രവർത്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you.